ഒരു സ്കൂളിലെ റോബോട്ടിക് പരിശീലനത്തിൽ പങ്കെടുത്ത കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് ലിബ്രിയോഫീസ് റൈറ്ററിലെ മെയിൽ മർജ് സങ്കേതം ഉപയോഗിച്ച് തയ്യാറാക്കുക. കുട്ടികളുടെ വിവരങ്ങൾ ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സിലെ course.ods എന്ന ഫയലിലും സർട്ടിഫിക്കറ്റിൻ്റെ മാതൃക ഇതേ ഫോൾഡറിലെ robotics.ott എന്ന ഫയലിലും നൽകിയിട്ടുണ്ട്. തയ്യാറാക്കിയ സർട്ടിഫിക്കറ്റുകൾ ഒറ്റ ഫയലായി സേവ് ചെയ്യുക. Prepare certificates for the children who participated in robotics training in a school using the mail merge feature in LibreOffice Writer. The details of the children are given in the file course.ods in exam documents folder in home. A sample certificate is given as robotics.ott in that folder. Save the certificates as a single file to exam folder in home. ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സിലുള്ള robotics.ott എന്ന ഫയൽ ആദ്യം തുറക്കുന്നു. ഇനി ഇൻസെർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഫീൽഡ് എന്നതിന് നേരെ മോർ ഫീൽഡ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഡാറ്റാബേസ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ മെയിൽ മെർജ് ഫീൽഡ് എന്നതും സെലക്ട് ചെയ്യുന്നു. ഇനി ഇവിടെ ബ്രൗസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സിലുള്ള course.ods എന്ന ഫയലാണ് ഇനി തുറക്കേണ്ടത്. അത് തുറക്കുന്നു. കോഴ്സ് എന്ന ഫയൽ ഇവിടെ തുറന്നു വന്നു. ഇടതുഭാഗത്ത് ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുന്നു. ഷീറ്റ് 1 എന്നതിൻ്റെ ഇടതുഭാഗത്ത് ക്ലിക്ക് ചെയ്തു. ഫീൽഡുകൾ ദൃശ്യമായി. ഇനി ആവശ്യമുള്ളവ സെലക്ട് ചെയ്യുക. ഇവിടെ നെയിം എന്ന ഭാഗത്ത് മൗസ് പോയിൻ്റർ ക്ലിക്ക് ചെയ്യുന്നു. ഫീൽഡിൽ നെയിം എന്നുള്ളിടത്ത് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ക്ലാസ് ആൻഡ് ഡിവിഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. അതിനെയും സർട്ടിഫിക്കറ്റിലേക്ക് കൊണ്ടുവരുന്നു. ഇനി സ്കൂൾ എന്നിടത്ത് ക്ലിക്ക് ചെയ്യുന്നു. സ്കൂൾ എന്നതും സർട്ടിഫിക്കറ്റിലേക്ക് കൊണ്ടുവന്നു. മറ്റുള്ളതൊന്നും ചേർക്കാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇനി നമുക്കിത് ക്ലോസ് ചെയ്യാം. ഇതിന് സേവ് ചെയ്യണം. അതിന് പ്രിൻ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഫയൽ എന്നതിൽ പ്രിൻ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ എസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. പ്രിൻ്റർ എന്നത് മാറ്റിയിട്ട് ഫയൽ എന്നത് സെലക്ട് ചെയ്തു. ഒറ്റ ഫയലായിട്ട് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഓൺ ആണെന്ന് ഉറപ്പുവരുത്തി. ഇനി ഓക്കെ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഹോമിലെ എക്സാം സെലക്ട് ചെയ്തു. രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ എന്ന രീതിയിൽ ഫയൽ നാമം നൽകുന്നു. ഇനി സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഫയൽ സേവ് ചെയ്യുന്നു. ഫയൽ നമുക്കൊന്ന് തുറന്നു നോക്കാം. ഹോമിലെ എക്സാം 10ൽ നമ്മൾ സേവ് ചെയ്ത ഫയൽ ഇതാണ്. അത് തുറക്കുന്നു. വിവിധ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ തയ്യാറായി കഴിഞ്ഞു.